നമസ്കാരം. നമ്മളിന്ന് കമ്പ്യൂട്ടർ സയൻസിലെ ഒരു പ്രധാന വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഫോർമൽ ലാംഗ്വേജസ് ആൻഡ് ഓട്ടോമേറ്റ തിയറി, അതായത് ഫ്ലാറ്റ്. നിങ്ങൾ ഷെയർ ചെയ്തൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ച. ശരിയാണ്. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഈ ഭാഷകളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒരു മോഡൽ ഉപയോഗിച്ച് സിമ്പിളാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? തീർച്ചയായും. ഈ മോഡലുകൾ എന്തിനാണ് നമ്മളൊരു സിസ്റ്റം, ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആകാം, അല്ലെങ്കിൽ ഹാർഡ്വെയർ ആകാം, അത് ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരു മോഡൽ ഉണ്ടാക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. എന്തിനാണ്? പ്രധാനമായും ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ അതിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിമിതികൾ ഉണ്ടോന്ന് നോക്കാൻ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതെ, സമയവും ലാഭം, പണവും ലാഭം. അതാണ് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് വെറും തിയറിയല്ല, പ്രാക്ടിക്കൽ സൈഡും ഉണ്ട്, അല്ലേ? ഈ വീഡിയോയിൽ തന്നെ കുറെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്, ധാരാളം. സോഫ്റ്റ്വെയർ ഡിസൈനിൽ ഉപയോഗിക്കാം, ഡിജിറ്റൽ സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാൻ. പിന്നെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കമ്പൈലറുകളിൽ. കറക്റ്റ്. അതില് ലെക്സിക്കൽ അനലൈസർ ഭാഗം ഉണ്ടാക്കാൻ. അതുപോലെ വലിയ ടെക്സ്റ്റ് ഫയൽസ് ഇല്ലേ, അതിൽ നിന്ന് ഒരു പ്രത്യേക വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള സെർച്ച് അൽഗോരിതത്തിലൊക്കെ ഇതിന്റെ തത്വങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിതിന്റെ ബേസിക്സിലേക്ക് കടക്കാം. ആൽഫബറ്റ്, സ്ട്രിങ്, അതൊക്കെ എന്താണെന്നൊന്ന് പറയാമോ? പറയാം. ഏതൊരു ഭാഷയ്ക്കും അതിന്റെ അടിസ്ഥാന അക്ഷരങ്ങൾ കാണുമല്ലോ, ചിഹ്നങ്ങൾ. അതിനെയാണ് നമ്മൾ ആൽഫബറ്റ് എന്ന് പറയുന്നത്. സിഗ്മ വെച്ചാണ് സാധാരണ കാണിക്കാറ്. ഉദാഹരണത്തിന് ഇപ്പോ ബൈനറി ആണെങ്കിൽ ആൽഫബറ്റ് 0,1 ആണ്. 0 1. അതെ. ഇംഗ്ലീഷ് ആണെങ്കിൽ A,B,C അങ്ങനെ പോകും. ശരി. അപ്പൊ ഈ ആൽഫബറ്റിലെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ അതിനെ സ്ട്രിംഗ് എന്ന് പറയും, വെറുതെ ചേർത്ത് വെക്കുന്നത്. ഹലോ എന്നത് ഒരു സ്ട്രിംഗ് ആണ്. അല്ലെങ്കിൽ 0110 മറ്റൊന്ന്. എംപ്റ്റി സ്ട്രിംഗ് എന്നൊന്നുണ്ടല്ലോ. അതുണ്ട്. ഒരക്ഷരം പോലും ഇല്ലാത്ത സ്ട്രിംഗ്, നീളം 0. അതിനെ എപ്സിലോൺ എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ ചിഹ്നങ്ങൾ ചേർത്ത് സ്ട്രിംഗ് ഉണ്ടാക്കി. ഇനി ലാംഗ്വേജ് എന്താണ്? അതെ, ഈ ആൽഫബറ്റ് വെച്ചുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സ്ട്രിങ്ങുകളുടെയും കൂട്ടം, അതിനെ സിഗ്മ എന്ന് വിളിക്കും. അതിൽ നിന്ന് ചില നിയമങ്ങൾ അനുസരിക്കുന്ന സ്ട്രിങ്ങുകളെ മാത്രം എടുത്താൽ അതാണ് ഒരു ലാംഗ്വേജ്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. എയിൽ തുടങ്ങുന്ന എല്ലാ ഇംഗ്ലീഷ് വാക്കുകളും അതൊരു ഭാഷയാണ്. അല്ലെങ്കിൽ 00 അവസാനിക്കുന്ന എല്ലാ ബൈനറി സ്ട്രിങ്ങുകളും അതും ഒരു ഭാഷയാണ്. അപ്പോ എപ്പോഴും സിഗ്മയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും. മനസ്സിലായി. ഇനി ഗ്രാമറും റെഗുലർ എക്സ്പ്രഷനും, ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അത് സാധാരണയാണ്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിലെ ശരിയായ വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള നിയമങ്ങളാണ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ഭാഷയിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നത്. അതെ. അതേസമയം റെഗുലർ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക പാറ്റേൺ കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ്. ഓക്കെ, ഉദാഹരണം? ഒരു ഇമെയിൽ ID, അതിന്റെ ഫോർമാറ്റില്ലേ user@domain.com, ആ ഒരു ഘടനയെ നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ വെച്ച് പറയാം. അപ്പൊ ഗ്രാമർ നിയമങ്ങൾ പറയും, റെഗുലർ എക്സ്പ്രഷൻ പാറ്റേൺ കണ്ടുപിടിക്കും. അതാണ് വ്യത്യാസം. ശരി. അപ്പോ ഈ പറഞ്ഞ ലാംഗ്വേജുകളെയും പാറ്റേണുകളെയും ഒക്കെ തിരിച്ചറിയാൻ ഒരു മെഷീൻ വേണ്ടേ? അതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അതെ, അതാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, FA. കമ്പ്യൂട്ടേഷന്റെ ഏറ്റവും ലളിതമായ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ. വീഡിയോയിലെ ഒരു സ്വിച്ചിന്റെ ഓൺ ഓഫ് സ്റ്റേറ്റിനോട് ഉപമിക്കുന്നുണ്ട്. കാരണം ഇതിന് എണ്ണത്തിൽ കുറച്ച് സ്റ്റേറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്. സ്വിച്ചിന് ഓൺ ഓഫ് എന്ന് 2 സ്റ്റേറ്റ് പോലെ. ഓക്കെ. പിന്നെ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് കിട്ടിയാൽ അത് അടുത്ത ഏത് സ്റ്റേറ്റിലോട്ട് പോകണം എന്നതിന് ചില റൂൾസ് കാണും. അതിന് ട്രാൻസിഷൻസ് എന്ന് പറയും. ഇതിനൊരു ഇൻപുട്ട് ടേപ്പ്, ഒരു കൺട്രോൾ യൂണിറ്റ്, ഒരു റീഡ് ഹെഡ് ഒക്കെ ഉണ്ട്. പക്ഷെ മെമ്മറി വളരെ കുറവാണ്. പഴയ കാര്യങ്ങൾ ഓർമ്മ വെക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ DFA, NFA എന്ന് 2 ടൈപ്പ് ഉണ്ടല്ലോ, ഡിറ്റർമിനിസ്റ്റിക്, നോൺ ഡിറ്റർമിനിസ്റ്റിക്. കേൾക്കുമ്പോൾ കുറച്ച് പേരിലാണൊരിത്. ഡിറ്റർമിനിസ്റ്റിക് DFA എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു ഇൻപുട്ട് വന്നാൽ കൃത്യമായി ഒരൊറ്റ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റൂ, വേറെ ഓപ്ഷനില്ല. ഓക്കെ. പക്ഷേ നോൺ ഡിറ്റർമിനിസ്റ്റിക് NFA അങ്ങനെയല്ല, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്.
ഒരു ഇൻപുട്ടിന് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിലേക്ക് പോവാൻ ഓപ്ഷൻ ഉണ്ടാവാം. ഇൻപുട്ട് ഇല്ലാതെയും മാറാമോ ആ എപ്സിലോൺ ട്രാൻസിഷൻ? അതെ, ഇൻപുട്ട് ഇല്ലാതെയും എപ്സിലോൺ ട്രാൻസിഷൻ സ്റ്റേറ്റ് മാറാൻ പറ്റും. NFA ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ് പലപ്പോഴും. പക്ഷേ കമ്പ്യൂട്ടറിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ DFA ആണോ എളുപ്പം? അതെ, DFA ആണ് എളുപ്പം. പക്ഷെ രസം എന്താന്ന് വെച്ചാല് ഏത് NFAയെയും നമുക്ക് അതിന് തുല്യമായ ഒരു DFA ആക്കി മാറ്റാൻ പറ്റും. ഓ, അങ്ങനെയാണോ? അതെ, അതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പം NFAയുടെ ഫ്ലെക്സിബിലിറ്റി എടുക്കാം, പിന്നെ അതിനെ DFA ആക്കാം. കൊള്ളാം. അപ്പോൾ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഭാഷകളാണ് റെഗുലർ ലാംഗ്വേജസ് എന്ന് പറയുന്നല്ലേ? കൃത്യം. ഒരു ഭാഷ റെഗുലർ ആണെങ്കിൽ അതിനെ തിരിച്ചറിയാൻ ഒരു FA ഉണ്ടാക്കാൻ പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടർ സയൻസിലെ ലാംഗ്വേജ് ഹയറാർക്കിയുടെ ആദ്യത്തെ പടി. ലാംഗ്വേജ് ഹയറാർക്കി? ചോംസ്കി ഹയറാർക്കി, അതും പറയുന്നുണ്ടോ വീഡിയോയില്? അതെ, നോം ചോംസ്കി ഭാഷകളെ അവയുടെ ഗ്രാമറുകളുടെ ഒരു കോംപ്ലക്സിറ്റി അനുസരിച്ച് പല തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലേറ്റവും സിമ്പിൾ ടൈപ്പ് 3 അതാണ് റെഗുലർ ലാംഗ്വേജസ്. ഫൈനൈറ്റ് ഓട്ടോമേറ്റ വെച്ച് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലർ എക്സ്പ്രഷൻ വെച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണുകളുള്ള ഭാഷകൾ. ഇതിനു മുകളിലുമുണ്ടോ? ഉണ്ട്. അടുത്തത് ടൈപ്പ് 2 കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജസ്, CFL. ഇതിന് ഫൈനൈറ്റ് ഓട്ടോമേറ്റ പോരാ, കുറച്ചുകൂടെ പവറുള്ള പുഷ് ഡൗൺ ഓട്ടോമേറ്റ PDA എന്ന മെഷീൻ വേണം. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഇതിൽ വരുമോ? അതിന്റെ സിൻടാക്സ്, അതായത് ഘടന, അത് ഡിഫൈൻ ചെയ്യാൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ CFG ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ ടൈപ്പ് 1, ടൈപ്പ് 0 ഒക്കെയുണ്ട്. പക്ഷെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആണ്. ട്യൂറിംഗ് മെഷീനൊക്കെ വേണ്ടിവരും. നമുക്ക് തൽക്കാലം ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ നിർത്താം. അതിൽ ഡെറിവേഷൻ, പാർസ് ട്രീ എന്നൊക്കെ കേട്ടു. അതെന്താണ്? CFGക്ക് കുറേ നിയമങ്ങൾ കാണുമല്ലോ. ആ നിയമങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സിമ്പിളിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെപ്പുകളാണ് ഡെറിവേഷൻ. ഈ ഡെറിവേഷൻ സ്റ്റെപ്പുകളെ ഒരു ട്രീ പോലെ, ഒരു മരം പോലെ വരച്ചു കാണിക്കുന്നതാണ് പാർസ് ട്രീ. കമ്പൈലറൊക്കെ കോഡ് മനസ്സിലാക്കുന്നത് ഈ പാർസ് ട്രീ നോക്കിയിട്ടാണ്. ഇതില് ആംബിഗ്വിറ്റി എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഒരേ സ്ട്രിങ്ങിന് ഒരേ ഗ്രാമർ വെച്ച് ഒന്നിൽ കൂടുതൽ പാർസ് ട്രീ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രാമർ ആംബിഗ്വസ് ആണെന്ന് പറയും. അതായത് ഒരു വാക്യത്തിന് ഒന്നിൽ കൂടുതൽ അർത്ഥം വരുന്നത് പോലെ. അതെ, പ്രോഗ്രാമിംഗ് ഭാഷയിൽ അത് പ്രശ്നമാണ്. കാരണം ഒരു കോഡിന് ഒറ്റ അർത്ഥമേ പാടുള്ളൂ. അതുകൊണ്ട് സാധാരണ ഗ്രാമറുകൾ ആംബിഗ്വിറ്റി ഇല്ലാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്യാറ്. മനസ്സിലായി. അപ്പം നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമേറ്റ് തിയറിയുടെ ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ നോക്കി. ആൽഫബറ്റ്, സ്ട്രിംഗ്, ലാംഗ്വേജ് മുതൽ ഫൈനൈറ്റ് ഓട്ടോമേറ്റ, DFA, NFA, റെഗുലർ ലാംഗ്വേജുകൾ, പിന്നെ ചോംസ്കി ഹൈറാർക്കി, CFG, പാർസ് ട്രീ, ആംബിഗ്വിറ്റി വരെ. ആ യൂട്യൂബ് വീഡിയോ ഇതിനൊരു നല്ല തുടക്കമായിരുന്നു. അതെ, ഈ തിയറിയൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ഗുണം എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതൊരു പോയിന്റാണ്. ഈ തിയറിയൊക്കെ നമ്മൾ ദിവസവും കാണുന്ന ടെക്നോളജിയിൽ എവിടെയാണ് വരുന്നത്? നിങ്ങൾ അടുത്ത തവണ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ. അതെ, ആ കമ്പൈലർ എങ്ങനെയാണ് സിൻടാക്സ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സെർച്ച് എങ്ങനെയാണ് ആ വാക്ക് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഈ ഒരു മാത്തമാറ്റിക്കൽ ഭംഗി, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചർച്ച നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായും അതിനൊരു പ്രചോദനമാകട്ടെ.